കർണാടക സർക്കാരിനെതിരെ ശത്രുസംഹാര പൂജ നടത്തിയെന്ന ടി.കെ. ശിവകുമാറിന്റെ ആരോപണം ഭ്രാന്തെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ പരിഹസിക്കുന്നുവെന്നും എം.വി. ഗോവിന്ദൻ. അതേസമയം ആരോപണം അന്വേഷിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇത് കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അങ്ങനെയുള്ളൊരു ക്ഷേത്രമല്ല. ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ എന്ത് പദം ഉപയോഗിക്കുക? സേഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സേഫ്, അന്വേഷണം ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്താണ് സിപിഎമ്മിന്റെ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? സിപിഎം അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അമൃത. ഈ ടി.കെ. ശിവകുമാർ പറഞ്ഞത് അത് ഭ്രാന്താണ് എന്നാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. കർണാടകയിലുള്ള സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി കർണാടകയിൽ നിന്നുള്ള ആൾക്കാർ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലെത്തി പഞ്ചബലി നടത്തി എന്നുള്ളതായിരുന്നു ടി.കെ. ശിവകുമാർ ഉന്നയിച്ച ആരോപണം. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വന്നു. അതിനിടെയാണ് ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കെ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അത് അന്വേഷിക്കും എന്ന് പറയുന്നത്. കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി കൂടിയായ ടി.കെ. ശിവകുമാർ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഇതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും പരിഹാസ രൂപേണ അതിനെ മറുപടി പറയുകയും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ തന്നെ പരിഹസിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ടി.കെ. ശിവകുമാർ സ്വീകരിച്ചത്. രാജരാജേശ്വരി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പേര് കേൾക്കേണ്ട ക്ഷേത്രമല്ല അത്. കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് രാജരാജേശ്വരി ക്ഷേത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ഭ്രാന്താണ്, അതിനപ്പുറം മറ്റൊരു വാചകം തനിക്ക് പറയാനില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ സിപിഎം അതിനെ പൂർണ്ണമായും തള്ളിക്കളയുമ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ടി.കെ. പറഞ്ഞതെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയത്. അമൃത. സേഫ് സെയിൻ ലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.